കൊച്ചിയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളുണ്ടായിരുന്നു. തൊഴിൽ പീഡനം എന്ന പേരിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം, അതായത് ആളുകളുടെ കഴുത്തിലൊക്കെ നായ്ക്കളെ പോലെ കുടുക്കിയിട്ട് അവരെ നിലത്ത് നിന്ന് സാധനങ്ങളൊക്കെ കടിച്ചെടുപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, ഇത്രയൊക്കെ ധൈര്യമുണ്ടോ തൊഴിൽ നൽകുന്നവർക്ക് എന്ന് നമ്മൾ ആലോചിച്ചു പോയൊരു വാർത്തയാണ്. എന്തായാലും അതിൽ പിന്നീട് അന്വേഷണം നടക്കുകയും തൊഴിൽ വകുപ്പ് അത്തരം ഒരു പീഡനം നടന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് തൊഴിൽ മന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെ, അതായത് ഈ ദൃശ്യത്തിൽ കണ്ട ആൾ തന്നെ പറഞ്ഞത് അതൊരു തൊഴിൽ പീഡനത്തിൻ്റെ ഭാഗമായിട്ടല്ല, മനാഫ് എന്ന മാനേജറാണ് ഇത് ചെയ്യിച്ചത്, ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു, അപ്പോൾ സ്ഥാപനത്തിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ മനാഫിനെ, അതായത് മുൻ മാനേജറായ മനാഫിനെ തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ മനാഫിന് പറയാനുള്ളത് കൂടെ കേൾക്കണമല്ലോ. തൊഴിൽ പീഡനമല്ല എന്ന് ജെറിനെ കൊണ്ട് സ്ഥാപന ഉടമ ഉബൈൽ നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചതാണെന്നാണ് മുൻ മാനേജർ മനാഫ് മീഡിയ വണ്ണുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരത്തെയും പണിഷ്മെന്റ് നൽകിയിട്ടുണ്ട്. സത്യം പുറത്തു വരാൻ താൻ തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കൂടുതൽ ദൃശ്യങ്ങൾ തെളിവായി കൈവശമുണ്ട്. ജെറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മനാഫ് പറഞ്ഞു. അത് ഈ ഒരു സാധനം ഹുബൈൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാന്നുള്ളത് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല. വേറെയും ഇതുപോലെ ഇമ്പാക്ട് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ എന്റെ അടുത്ത് കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. ഇത് ചെയ്യിപ്പിക്കുന്നതാ. ഇതിപ്പോ ഞാൻ ഒരു വീഡിയോ പുറത്താക്കിയേ ഉള്ളൂ. ഞാൻ ജെറിനെതിരെയുള്ള കേസ് ഞാൻ മുമ്പോട്ട് ഫയൽ ചെയ്യാൻ റെഡിയാണ്. ഈ ഹുബൈൽ അത് പറയിപ്പിച്ചാൽ തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും എന്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ട് എന്റെ കയ്യിലുണ്ട്. ഈ ബിസിനസ് പിടിക്കാത്ത പിള്ളേരുടെ വീഡിയോസ്, ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യുന്ന വീഡിയോസ് ഈ ഗ്രൂപ്പിൽ വൺസായിട്ട് അയക്കേണ്ടതാണ്. അത് അയക്കാത്തവർക്ക് ഹുബൈലിന്റെ വക പ്രത്യേക പണിഷ്മെന്റും ചീത്തവിളി അടിയും വേറെ ഉണ്ട്. ആൽബി എന്ന് പറഞ്ഞ ഒരു മാനേജർ രാത്രി 1 മണിക്ക് എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ചു. നീ ഇപ്പോൾ ലീവിന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ച്. ആ സമയത്ത് ലീവ് വിടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പുലർച്ചെ ഒരു 6 മണിക്ക് ഞാൻ ഇറങ്ങിപ്പോയതാണ്. എന്നാരും പുറത്താക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇറങ്ങി ഈ ലോകത്തിന് മുമ്പിൽ, ഈ കേരളത്തിന് മുമ്പിൽ ഇവിടെ നടക്കുന്ന ഈ തട്ടിപ്പ് ഞാൻ മുമ്പിൽ ചൂട്ടി കാണിച്ചപ്പോൾ അവര് എന്നെ ഒരു ലഹരിക്ക് അടിമയോ ഞാൻ അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അവരിപ്പോ വായു കൊണ്ട് വർത്താനം പറഞ്ഞത്. യെസ്, വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇന്നലെ ജെറിൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അതിൽ പല സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം ജെറിൻ മാത്രമല്ല ഇത്തരത്തിൽ ദൃശ്യങ്ങളുള്ളത്, മറ്റു പലരുമുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടന്നത്? ഈ ജെറിൻ പറയുന്നത് തന്നെയാണോ യാഥാർത്ഥ്യം എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആരോപണ വിധേയനായ മുൻ മാനേജർ മനാഫ് തന്നെ പറയുന്നത് ഇതൊരു തൊഴിൽ പീഡനം എന്നാണ്. മനാഫ് പറയുന്നതിന്റെ വിശദാംശങ്ങൾ എന്താണ് സിജോ? ഇത്തരത്തിൽ നിരന്തരം തൊഴിൽ പീഡനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മുൻ മാനേജർ കൂടിയായ മനാഫ് പറയുന്നത്. മനാഫ് 2022 അവിടെ ജോലിക്ക് വരുന്നത്. ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നീട് മനാഫും അവിടെ മാനേജർ പോസ്റ്റിലേക്ക് വരികയാണ് ചെയ്തിരുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ടാസ്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന പ്രവൃത്തി അവർ പറയുന്നത് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ മുട്ടിലേക്ക് നാണയം ഇത് നക്കിയടിപ്പിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഇയാൾ തന്നെ നേതൃത്വത്തിൽ ഇത് നിരവധി ആളുകളെ, ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉബൈൽ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ നമ്മൾ ജെറിൻ താങ്കളെ തള്ളി പറഞ്ഞില്ല, താങ്കളാണല്ലോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യമാണല്ലോ മൊഴി നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് നിർബന്ധപൂർവ്വം ഉബൈൽ ചെയ്യിപ്പിച്ചതാണ്. നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ജെറിൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് തുടരേണ്ട ആവശ്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് താൻ തന്നെയാണെന്ന് മനാഫ് പറയുകയും ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇത്തരത്തിലുള്ള ക്രൂരത നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരണം. അതിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ താൻ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ മനാഫിന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സിജോ. മാത്രമല്ല, മനാഫിനെതിരെ ഉന്നയിച്ച ആരോപണം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട മനാഫിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മനാഫ് എന്തെങ്കിലും പ്രതികരിച്ചോ? തന്നെ പുറത്താക്കിയതല്ല, താൻ രാജിവെച്ച് പുറത്തു പോയതാണ് എന്നാണ് മനാഫ് പറയുന്നത്. അത് തൻ്റെ പേരിൽ ലഹരി കേസുകളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ അതിൻ്റെ തെളിവുകൾ പുറത്തു വിടട്ടെ എന്നാണ് പറയുകയും ചെയ്യുന്നത്. ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. താൻ ജോലി ചെയ്തതിന് കൃത്യമായ ശമ്പളം കിട്ടിയിരുന്നില്ല. അത് നിരവധി തവണ ചോദിച്ചു. പക്ഷെ അതിന് ശമ്പളം നൽകാൻ തയ്യാറാവില്ല. ഒരു ഘട്ടത്തിൽ നിർബന്ധപൂർവ്വം തന്നെ കൊണ്ട് രാജി എഴുതി വാങ്ങിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ പോയി. പക്ഷെ അതിന് താൻ വില്ലിങ് ആകുകയും ചെയ്യില്ല. അവസാനം
മടുത്ത് താൻ രാജിവെച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടെന്നും നമുക്ക് വ്യക്തമാണ്. കാരണം ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഈ മനാഫിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന് നൽകിയിരുന്നു. ആ പരാതിയിൽ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് പക്ഷേ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അതിന് പകരം തങ്ങൾക്ക് പണം ലഭിക്കാനുണ്ടെന്നും അത് പോലീസ് ഇടപെട്ട് ലഭ്യമാക്കണമെന്നൊരു ആവശ്യമാണ് ഈ പരാതിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തു നോക്കേണ്ട മറ്റൊരു വിഷയം കൂടി ഉള്ളത്, ലേബർ കമ്മീഷണർ ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തുകയും ഇതൊരു തൊഴിൽ പീഡനമല്ല എന്ന കണ്ടെത്തലിലേക്കും അത് മന്ത്രിയിലേക്ക് കൈമാറുന്നതൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ഈ ആരോപണ വിധേയനായ മനാഫിന്റെ പോലും മൊഴിയെടുക്കാതെയാണോ ലേബർ കമ്മീഷണർ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? മനാഫിന്റെ മൊഴി ലേബർ കമ്മീഷണർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള അത് അത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അനുഭവസ്ഥനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ജെറിനാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അടുത്ത ജീവനക്കാരനായ ജെറിനാണ്. ആ ജെറിനെ വിളിച്ചാണ് ഏകദേശം 3 മണിക്കൂറോളം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിൽ ഇതൊരു തൊഴിൽ പീഡനമാണ് എന്ന ആരോപണത്തെ ഈ ജെറിൻ പൂർണ്ണമായും തള്ളുകയാണ്. അത്തരത്തിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ല. അത് മാത്രമല്ല ഉബൈലിന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുന്നു. മനാഫ് ഉബൈൽ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചതാണ്. ഇത് അതിനുശേഷം ഈ സ്ഥാപനത്തിനെതിരെ തിരിക്കാൻ ഉബൈലിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇത്തരത്തിൽ മുട്ടിലെഴിഞ്ഞു പോകുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ തൊഴിൽ പീഡനമല്ല എന്ന് മൊഴി നൽകിയ സാഹചര്യത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ഇത് തൊഴിൽ പീഡനമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനിയൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഈ യുവാക്കൾ ഈ മനാഫിനെതിരെ പരാതി നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഇത് വിശദമായി അന്വേഷിക്കും. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെ പുറത്തുവിട്ടതാണെങ്കിൽ സ്വാഭാവികമായി മനാഫിനെതിരെയും കേസ് വരാനുള്ള സാധ്യതയാണ്. പോലീസിന്റെ തുടർ നടപടികളാണ് ഇനി ഉണ്ടാവുക. എന്തായാലും തൊഴിൽ വകുപ്പ് പ്രാഥമികഘട്ട നിലയിൽ അന്വേഷണം നടത്തി ഇതിൽ തൊഴിൽ പീഡനമില്ല എന്ന് കണ്ടെത്തി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയാണ് ചെയ്തത്. ശരി സുജ, എന്തായാലും ഈ കൊച്ചിയിലെ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ കൂടി അറിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. അതിൽ പോലീസിന്റെ അന്വേഷണം തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. വരും മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്.